ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം വിക്രം എപ്പോഴായിരുന്നു വന്നത് അന്നത്തെ ആ ഒരു വീഡിയോ കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ ഒന്ന് ലുലുമാൾ പോയതാണ്. ശരിക്കും പറഞ്ഞാൽ അച്ചൂട്ടിനെ അവിടുത്തെ ഗെയിംസിലൊന്ന് കയറ്റണം, അവിടുത്തെ കാർഡ് ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് എടുക്കണം എന്ന് വിചാരിച്ച് പോയതാണ്, അവിടെ കളിപ്പിക്കാലോ കാർഡ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. അപ്പോൾ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. മിക്കവാറും ഞങ്ങൾ പോകുമ്പോൾ വല്ല ഫാഷൻ ഷോൻ്റെ കാര്യങ്ങളോ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ് കേട്ടോ. അപ്പം ഇപ്പം എന്തായാലും നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് 2 വീഡിയോസൊക്കെ എടുത്തു. കാരണം ലുലുമാൾ നല്ല ഇപ്പോൾ പെരുന്നാളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗംഭീരമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻ പറഞ്ഞത് ഇതിവിടെ വേറെന്തോ ആണ്, നമുക്കെന്നാൽ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയത് വെറുതെ ആയില്ല. അന്ന് വിക്രമായിരുന്നു വരുന്നുണ്ടായിരുന്നതെന്ന് പിന്നെ അപ്പോഴാണ് കേട്ടോ അറിയുന്നത്. കാരണം അവിടെ വേറെയും കുറേ സെലിബ്രിറ്റീസൊക്കെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരാജ് നിറമൂട് അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇപ്പോൾ വിക്രത്തിനെയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിക്രം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയും അടുത്തുനിന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം കേട്ടോ. നമുക്ക് ഇപ്പം നമ്മൾ ആരെയും ആരാധിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും ആരാധനയല്ല, എന്നാലും ഇങ്ങനെ സെലിബ്രിറ്റികളെ കാണുമ്പോൾ ഒരു സന്തോഷം അതെല്ലാവർക്കും തന്നെ ഉണ്ടാവുമായിരിക്കും. പിന്നെ എനിക്ക് വിക്രം, സൂര്യ, ജീവ അങ്ങനെ കുറച്ച് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ എനിക്ക് അൺഎക്സ്പെക്റ്റഡായി കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ വേറെ തന്നെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സൗണ്ട് വോയിസ് ഓവറൊന്നും കൊടുക്കാതെയാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ള സൗണ്ട് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് മറ്റേ ഫൺ ഗെയിം കളിക്കാനാണല്ലോ. പിന്നെ നമ്മൾ നേരെ മേലെ പോയി സെക്കൻഡ് ഫ്ലോറിൽ പോയപ്പോഴും നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാമായിരുന്നു കേട്ടോ. നല്ലോണം കാണാനുള്ളതൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. SJ സൂര്യ സാറ്, പിന്നെ അതുപോലെ തന്നെ വിക്രം, പിന്നെ അടുത്ത ആ നടിയുണ്ടല്ലോ ദുഷരത്, അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ഊഞ്ഞാലിലാണ് കേട്ടോ. കാരണം അവന് ബാക്കിയുള്ള ഗെയിമൊന്നും കളിക്കാനുള്ള ഇതായിട്ടില്ല, എന്നാലും നമ്മൾ കാർഡ് എടുത്തു, അത്രേ ഉള്ളൂ. എല്ലാ കുട്ടികളും കളിക്കുന്നതാണ് നമുക്കൊരു ഇതുണ്ടല്ലോ. അവൻ കയറില്ല എന്തായാലും അറിയാം, ഒന്നിനകത്ത് സ്ഥിരമായിട്ട് അവൻ ഇരിക്കില്ല. പിന്നെ ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കയറണം. അപ്പോൾ അതിൽ അവൻ ആദ്യമായിട്ട് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടത് ചെയ്യുമ്പം അതൊരു രസമല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി അവൻ അതിലിരുന്നപ്പം. പക്ഷെ ഞാൻ പേടിച്ച് കരയുമെന്നൊക്കെ വിചാരിച്ചു, എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ അതിലിരുന്നിട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന കാര്യമുണ്ട്. അപ്പം നമുക്ക് ഈ കാർഡില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം ചിരിച്ച് കളിക്കാൻ പറ്റില്ല. അപ്പോൾ വേറെ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ അവനത് ഇഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് മാത്രമേ കളിച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഗെയിമായിട്ട് കളിക്കാനൊന്നും അറിയില്ല, എന്നാലും വെള്ളം കൊണ്ട് അവിടെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അച്ചൂട്ടൻ്റെ എല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു, നമുക്ക് ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് ഇതൊക്കെ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ പറ്റട്ടെ എന്ന് മാത്രമേ എന്നും പ്രാർത്ഥിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ മെയിനായിട്ട് ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും ലുലു പോയാലും ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും മാത്രമേ കാണിക്കാറുള്ളൂ. ഇന്ന് അതൊന്നും ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലും കയറിയില്ല, ഫുഡ് കഴിക്കാനും പോയിട്ടില്ലായിരുന്നു. ഫുഡ് കഴിക്കാൻ പോയി, പക്ഷേങ്കിൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അച്ചൂടിന് സുഖമില്ലാതെയാണ് ഞങ്ങൾ വെറുതെ ഒന്ന് അവന് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് കേട്ടോ. പക്ഷേ അവിടെ എത്തുമ്പോൾ അവന് ഛർദ്ദിക്കാനൊക്കെ വരുന്ന പോലെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഫുഡിൻ്റെ അവിടെ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ നിന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ അവിടുന്ന് ഈ ഗെയിമിലൊക്കെ ഞാനും കയറി കളിച്ചു കേട്ടോ. അല്ലാതെ വേറെ വഴിയില്ല, ആകെ 2-3 കയറ്റിയുള്ളൂ. കാരണം അവന് വേറെ ഒന്നും കളിക്കാൻ അറിയുന്നില്ല. പിന്നെ വണ്ടിയിലൊക്കെ വെറുതെ കയറ്റിയിരുത്തി, അത് തന്നെ സ്ഥിരം ചെയ്യാറുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതെനിക്കറിയാം. പക്ഷേ നമ്മുടെ ആ ഒരു സന്തോഷം എല്ലാവർക്കും കാണാൻ പറ്റുന്നവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാനിത് ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം നമ്മളെ പോലെ തന്നെ വിചാരിക്കുന്ന കുറേ പേരുണ്ടാവില്ല, നമ്മളെ മക്കളെ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിയും നല്ലപോലെ വളർത്തണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന. അപ്പം അവർക്ക് എത്രത്തോളം സന്തോഷം കൊടുക്കാൻ പറ്റുമോ അതൊക്കെ കൊടുത്ത് വളർത്തണം, അങ്ങനത്തെ ആ ഒരു ഇതിലാണ് കേട്ടോ. വലിയ ആളായിട്ട് പറയുന്നൊന്നുമല്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഇതാക്കണം. അപ്പോൾ അതൊക്കെ പറ്റുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ പോകുമ്പോൾ ഞങ്ങൾ വിചാരിക്കണം, പക്ഷേ ഇതിലൊന്നും അവന് കളിക്കാൻ അറിയുന്നില്ല കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. നമ്മൾ ആദ്യം കയറി കണ്ടതാക്കി ഇവിടെ
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടാൻ മാത്രം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടേണ്ടത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.